സായി കൃഷ്ണ, ഇത് ഇത് എന്താണ്, ഇത് ഹണി റോസിനെ ഏതോ വേദിയിൽ കുന്തിദേവി എന്ന് പറഞ്ഞത് മാത്രമല്ല, മാലയുടെ മുൻഭാഗം പിൻഭാഗം കാണിക്കാൻ വേണ്ടി കയ്യിൽ പിടിച്ച് കറക്കി എന്ന് പറയുന്നത് മാത്രമൊന്നുമല്ല. ഈ മഹാന്റെ സോഷ്യൽ മീഡിയയിലുള്ള സകല ഓൺലൈൻ ഇന്റർവ്യൂ എടുത്തു നോക്ക്, അശ്ലീല പരാമർശമില്ലാത്ത പച്ചക്ക് വൃത്തികേട് പറയാത്ത ഒറ്റ ഇന്റർവ്യൂ കാണാൻ ഉണ്ടാവില്ല. സായി കൃഷ്ണ, ഇതൊരു പാഠമാകണ്ടേ? ഇനി ഈ പറയുന്ന വൃത്തികേടിന്റെ ആ നാക്ക് നിയന്ത്രിക്കാൻ ഈ ജയിൽവാസം അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ടാവണ്ടേ? സായി കൃഷ്ണ, ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം എന്തുകൊണ്ട് ഇവിടുത്തെ സൊസൈറ്റി ഓഡിറ്റ് ചെയ്യാതെ പോയി എന്നുള്ളതാണ് ഞാൻ ഇത്ര കാര്യം ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഞാനിവിടെ എൻ്റെ കണ്ടന്റുകൾ ചെയ്യുമ്പോൾ കൃത്യമായി പറയാറുണ്ട്, ബോബി ചെമ്മണ്ണൂർ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ഈ ഡബിൾ ലാംഗ്വേജ്, ഇങ്ങനത്തെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വളരെ ഹേർട്ട്ഫുള്ളാണ്. നമുക്ക് കണ്ടിരിക്കുന്ന പുതിയ ജനറേഷൻ ആണെങ്കിൽ പോലും ഇത് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യങ്ങളും അല്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഇപ്പോഴാവും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് കുറേ കാലങ്ങളായി ഈ അടുത്ത് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞൊരു അയാളുടെ ഒരു സീരീസ് ഉണ്ടായിരുന്നു, ഡ്രസ്സൊക്കെ മാറിപ്പോയിട്ട്. അന്ന് ജാക്കി വെച്ചു എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ. അന്നത് ഒരുപാട് പേര് ഇവിടെ വിമർശിച്ചതും ഒരുപാട് പേര് അതിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ അമർഷം പറഞ്ഞതുമാണ്. പക്ഷെ അന്ന് പോലും തിരുത്താൻ റെഡി ആയിട്ടില്ല ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തി. ഈ ഹണി റോസിനോടൊരു കുന്തി ദേവി എന്ന് പറഞ്ഞത് മാത്രമല്ല, ഈ പറഞ്ഞ പർട്ടിക്കുലർ ഇവന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഇവന്റിന്റെ പ്രമോഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ബോബി ചെമ്മണ്ണൂർ ഇട്ട വീഡിയോ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. ഈ ഹണി റോസിന്റെ മുൻപോ ബാക്കോ കുറയ്ക്കണോ എന്നുള്ള രീതിയിലാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളെ ഇയാൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ആ ടാർഗറ്റ് അയാൾ കൊള്ളിക്കുന്ന രീതിയിൽ സംസാരിച്ച് ഇയാൾ ഒരു വേറെ എക്സ്ട്രീമിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോയി വെള്ളയും മാത്രം ഇടുമ്പോഴേക്ക് ബോറടിക്കില്ലേ? ഒട്ടനെ ഇയാളുടെ ചോദ്യം ഊരിക്കളയണോ എന്നാ ചോദിക്കുന്നത്, ഊരണോ എന്നാ ചോദിക്കുന്നത്. ഇത് ദ്വയാർത്ഥ പ്രയോഗമാണോ? ഈ ദ്വയാർത്ഥ പ്രയോഗമല്ല, നേർക്കുന്നവർ വൃത്തിയുടെ പറയാണ്, നേർക്കുന്നവർ ലൈംഗിക വൈകൃതം പറയുകയാണ്. ഇഷ്ടം പോലെ ഞാൻ ഈ ഒരു വ്യക്തിയുടെ ഒരു ഇപ്പോൾ ഹാഷ്മി പറഞ്ഞ വീഡിയോയിലുണ്ട്. ആ കുട്ടി ഇപ്പോഴും സഫർ ചെയ്യും. ആ കുട്ടി പ്രഗ്നന്റ് ആണ്. ആ കുട്ടി പ്രഗ്നന്റ് ആയിട്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സമയത്ത് ചോദിക്കുന്നത് ബോച്ചയുടെ കുട്ടിയാണോ എന്ന്. ബോച്ചയുടെ ഈ പ്രയോഗം കാരണമാണ് വന്നത്. അപ്പൊ ഇമാതിരി സംസാരിച്ചിട്ട് സൊസൈറ്റിയിൽ ഇയാൾക്കെതിരെ വരുന്ന ആളുകളോട് എന്തും അടിച്ചു തുറന്ന് ഇയാൾക്ക് ഏത് രീതിയിലും ഇങ്ങനത്തെ വർത്താനം പറയാന്നുള്ളതിന് ആളുകൾ കൈയടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇന്നിപ്പോ കാണുന്നത് എന്താ, അയാൾ ബോധം കെട്ട് വീണു എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ വണ്ടീന്റെ പിന്നാലെ ഓടുന്നു, വണ്ടി അടിച്ച് പൊട്ടിക്കാൻ നോക്കുന്നു. ഇവിടെ ആരാണ് അയാൾക്ക് ഇത്രത്തോളം കൈയ്യടി? ഇപ്പൊ രാഹുൽ ഈശ്വർ അവിടെ ഇരുന്ന് പറയുന്നത് കേട്ടു, ഇവിടെ ഹണി റോസിന്റെ ഡ്രസ്സിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇതിന്റെ കോൺടെസ്റ്റ് മാറ്റി വിടുകയാണ്. ഈ വ്യക്തി കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾ ഇവരെ എല്ലാവരും കൂടി ചെയ്തിട്ട് അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറയ്ക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഈ ഹണി റോസിന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഇതിന്റെ ആവശ്യം എന്താ? ഈ സമയത്ത് പറയേണ്ട കാര്യങ്ങളാണോ? ഇവിടെ എന്താണോ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്, അയാൾ കാണിച്ചു വെച്ചതോ അയാൾ പറഞ്ഞു വെച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓപ്പണാണ്. കയറി നോക്കിയിട്ട് ഏതെങ്കിലും ഒരാൾക്ക്, നാണോ മാനോ ഉള്ള ഒരാൾക്ക് ആ കാര്യം സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ?